ഇങ്ങനെ കേരളത്തിലൊരു ഡോക്ടർ ജീവിച്ചിരുന്നുവെന്ന് ഒരുപക്ഷെ ഇനിയുള്ള തലമുറ വിശ്വസിച്ചേക്കില്ല. തുച്ഛമായ തുക മാത്രം ഫീസ് വാങ്ങുന്ന ഡോക്ടർ AK രൈരു. കഴിഞ്ഞ ദിവസമാണ് 2 രൂപ ഡോക്ടർ എന്നറിയപ്പെട്ടിരുന്ന കണ്ണൂർ താനയിലെ ഡോക്ടർ AK രൈരു അന്തരിച്ചത്. 80 വയസ്സായിരുന്നു. രോഗികളിൽ നിന്ന് 2 രൂപ മാത്രം ഫീസ് വാങ്ങിയായിരുന്നു അരനൂറ്റാണ്ടോളം ഡോക്ടറുടെ സേവനം. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. നിർധന രോഗികളുടെ ആശ്രയമായിരുന്നു ഡോക്ടറുടെ ക്ലിനിക്. വളരെ പാവപ്പെട്ട രോഗികൾക്ക് പരിശോധനയും മരുന്നും സൗജന്യമായി നൽകിയിരുന്നു. 18 ലക്ഷത്തോളം രോഗികളുടെ ജീവിതത്തിൽ ഡോക്ടർ AK രൈരു ഇങ്ങനെ കൈത്താങ്ങായി. സമ്പത്തിന് പിന്നാലെ പോകാതെ കൃത്യമായും ഇത് ജനങ്ങളെ സേവിക്കാനുള്ള ഒരു മേഖലയാണ് എന്ന് പൊതുസമൂഹത്തിന് കാട്ടിക്കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മക്കളെ എല്ലാവരെയും ഡോക്ടർമാരാക്കി മാറ്റിയത്. അതിൽ ഇന്ന് നമ്മോട് വിട പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ രൈരു ഗോപാൽ. അദ്ദേഹം കണ്ണൂർ നഗരത്തിൽ തന്നെ സ്വന്തം വീടിനോട് ചേർന്ന ക്ലിനിക്കിൽ കേവലം 2 രൂപ മാത്രം ഈടാക്കിക്കൊണ്ടാണ് ചികിത്സ നടത്തിയത്. മരുന്നുൾപ്പെടെ 6, 7, 10 രൂപയ്ക്ക് ചികിത്സ നടത്തിക്കൊടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ആ കരസ്പർശമേറ്റുകൊണ്ട് 10,000-കണക്കിന് ആളുകളാണ് രോഗമുക്തി നേടിയത് എന്ന് പറയാൻ. പുലർച്ചെ 4 മണിക്കാണ് ഡോക്ടറുടെ ക്ലിനിക്കിൽ ചികിത്സ ആരംഭിച്ചിരുന്നത്. വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും മറ്റു തിരക്കുള്ളവർക്കും സൗകര്യപ്രദമാകാനായിരുന്നു ഈ സമയക്രമം. രോഗികളോട് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്ന സ്നേഹവും കരുതലും നിറഞ്ഞ പെരുമാറ്റവും ഡോക്ടർ രൈരുവിനെ ജനപ്രിയനാക്കി. പിതാവ് ഡോക്ടർ A ഗോപാലൻ നമ്പ്യാർ നൽകിയ ഉപദേശമാണ് തുച്ഛമായ ഫീസ് വാങ്ങി ചികിത്സിക്കാൻ ഡോക്ടർ AK രൈരുവിനെ പ്രേരിപ്പിച്ചത്. പണമുണ്ടാക്കാനാണെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിക്ക് പോയാൽ മതിയെന്നായിരുന്നു പിതാവിന്റെ നിർദ്ദേശം. അങ്ങനെ 2 രൂപ ഡോക്ടറായി ഡോക്ടർ AK രൈരു മാറി. അവസാന കാലത്ത് ഫീസ് 10 രൂപയാക്കി ഉയർത്തിയിരുന്നു. എല്ലാ രോഗം മാറി ആ മരുന്ന് വാങ്ങിച്ച് കുടിച്ചു കഴിഞ്ഞാൽ രോഗം മാറുന്നത് കട്ടയായിട്ട് ഉറപ്പായ നമുക്ക് നമ്മുടെ അനുഭവത്തിൽ അങ്ങനെയാണ്. കാരണം എത്രയോ വർഷങ്ങളായി പല ഇതും വരുമ്പം രൈരു ഡോക്ടറെ കാണിച്ചാൽ സൂക്കട് മാറി 1, 2 പ്രാവശ്യം മരുന്ന് കുടിച്ചാൽ മതി. 2024 മെയ്യിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഡോക്ടർ രൈരു സേവനം അവസാനിപ്പിച്ചിരുന്നു. തന്റെ ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഇപ്പോഴില്ലാത്തതിനാൽ രോഗികളെ പരിശോധിക്കുന്നതും മരുന്ന് കൊടുക്കുന്നതും അവസാനിപ്പിക്കുകയാണെന്ന് വീടിന്റെ ഗേറ്റിൽ ബോർഡ് സ്ഥാപിച്ചാണ് അദ്ദേഹം ഇക്കാര്യം ജനങ്ങളെ അറിയിച്ചത്. ജില്ലയ്ക്ക് പുറത്തുനിന്ന് പോലും ഡോക്ടറുടെ സേവനം തേടി എത്തിയിരുന്ന പാവപ്പെട്ട രോഗികൾക്ക് ഇത് വലിയ ആഘാതമായി. ഒരു മിഠായിക്ക് ഏറ്റവും കുറഞ്ഞത് 1 രൂപ വിലയുള്ള ഇക്കാലത്ത് ഡോക്ടർ രൈരു ഒരു അത്ഭുതമാണ്. സാധാരണ ഡോക്ടർമാരുടെ ഇക്കാലത്തെ ഏറ്റവും കുറഞ്ഞ ഫീസ് ഡോക്ടർ രൈരു അരനൂറ്റാണ്ട് വാങ്ങിയ 2 രൂപയായി താരതമ്യം ചെയ്യുമ്പോഴറിയാം സാധാരണക്കാർക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത ത്യാഗം. പാവപ്പെട്ട രോഗികൾക്ക് ഏറെ ആശ്വാസമായിരുന്നു ഡോക്ടർ രൈരുവിന്റെ സേവന സന്നദ്ധതയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. സീ മലയാളം ന്യൂസ്, കണ്ണൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.